പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രമാണ് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളതെന്ന്. എന്നാൽ പുരുഷന്മാർക്കും ഉണ്ട്. ഓൾറെഡി PRPയും GFC ഒക്കെ ചെയ്ത് മുടിയെല്ലാം പൊഴിഞ്ഞു പോയി, പിന്നെ സ്മൂത്തനിങ്ങും ചെയ്ത് ഫുള്ള് ഡാമേജായി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ഒരു സാർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു, ഇപ്പം നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പം സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം. അത് ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വന്നപ്പോൾ ചെയ്തല്ലോ, ആദ്യം വന്ന് ചെയ്തു. അപ്പോൾ നമ്മൾ സാറ് സ്മൂത്തനിങ് ചെയ്ത് ഒത്തിരി ഡാമേജ് ആയി അല്ലേ? സ്മൂത്തനിങ് ചെയ്ത് അതുമാത്രമല്ല, ഈ ഒരു 5 GFCയും 3 PRPയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ചെയ്തത്. ഉറപ്പായിട്ടും മുടി ക്ലിയർ ആവും, വളരും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതിപ്പോൾ അതിൻ്റെ ഇത് പറയുന്നില്ല, പേര് പറയുന്നില്ല, ഞാൻ പോയ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല. പക്ഷെ ഒരു ബെനിഫിറ്റും എനിക്ക് ഉണ്ടായില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ വേറൊരു ബ്യൂട്ടി പാർലറിൽ പോയി ഈ സ്മൂത്തനിങ് ചെയ്തപ്പോൾ അത് ഒരാഴ്ച വരെ ഒരു വലിയ കുഴപ്പമില്ല കിടന്നു. പിന്നെ അതിനുശേഷം മുടി കംപ്ലീറ്റ് വരുമ്പോൾ ജട പോലെയായി. പിന്നെ കോതാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് മേഡത്തിൻ്റെ ഈ ഇവിടുത്തെ ഇത് കണ്ടിട്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് നല്ല ഡാമേജ് ആയിരുന്നു. അപ്പം മേഡത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലാതായിരുന്നു. എൻ്റെ അടുത്ത് ഗ്യാരണ്ടി ഇല്ലാതെയാണ് സംസാരിച്ചത്. അങ്ങനെ ഗ്യാരണ്ടി ഇല്ലാതെയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ 4 മാസമായി നല്ല രീതിയിൽ മുടി വളരുന്നുണ്ട്. ഞാൻ വേറെ എവിടെ പോയാലും ഈ ഒരു ഇത് കിട്ടത്തില്ല. ഇതിപ്പോൾ രണ്ടാമത് ചെയ്യാനാണ് വന്നത്. അതായത് ഈ ഒരു രീതി അനുസരിച്ച് എനിക്കൊരു 4 മാസം കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. ഫ്രണ്ടിലൊക്കെ നല്ല മാറ്റം ഉണ്ടായി, നല്ല ഇതുണ്ടായി, ക്ലിയറായി. അതുകൊണ്ട് ഇതേപോലുള്ള ആരായിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ മുടിയെ പറ്റി വേറെ ഒരു ഇതുമില്ലാതെ പോകാൻ പറ്റും. നമ്മളിപ്പോ എത്രയായാലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ വളരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം. ഞാൻ വേറൊരു സംഭവം പറയാം. മേഡം പറഞ്ഞിട്ട് ഒന്നും വന്ന് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല. എൻ്റെ ഒരു കിട്ടിയ ഒരു റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പൊതുവെ ആണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഇനി പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാവോ, ചെയ്താലും മുടി വളരുള്ളൂ, ജെൻസിന് ഇതൊന്നും സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. സാറിന്റെ ഈ ഒരു വീഡിയോ കൊണ്ട് അവർക്ക് കുറച്ച് പേർക്ക് യഥാർത്ഥം പറഞ്ഞാൽ മേഡത്തിന്റെ അടുത്താണ് ഞാൻ നന്ദി പറയേണ്ടത്. എനിക്ക് വളരെ സന്തോഷവും നന്ദിയുണ്ട്. ശരിക്ക് പറഞ്ഞാൽ സെക്കൻഡ് സിറ്റിംഗ് കഴിയുമ്പോഴാണ് നല്ലോണം ഗ്രോത്ത് ഉണ്ടാവുന്നത്. ശരി ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ ശരി സാർ, താങ്ക് യു മാഡം. ഓക്കെ.